അവിടെ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന്, പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വാസുവിന് യാതൊരു സംശയവും തോന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വന്തം സ്വർണം ആരുടെയെങ്കിലും കല്യാണത്തിന് ഉപയോഗിക്കുന്നതിന് എന്തിനാ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് അനുമതി ചോദിക്കുന്നത്? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സംശയം പോലും അദ്ദേഹത്തിന് തോന്നിയില്ലെങ്കിൽ എന്തുകൊണ്ട്? ഇത് വിവിധ സ്ഥലങ്ങളിൽ ഈ വാതിലും കട്ടിളപ്പടയും പടിയും ദ്വാരപാലക ശില്പത്തിന്റെ പാളികളുമൊക്കെ പ്രദർശനം നടത്തിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? അദ്ദേഹം പണപ്പിരിവ് നടത്തിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഈ വിഗ്രഹം മറിച്ചു വിറ്റു എന്ന് ഹൈക്കോടതിക്ക് പോലും ബോധ്യപ്പെടുന്ന സംശയമുണ്ടായിട്ടും നിങ്ങൾ 6 വർഷക്കാലം അറിഞ്ഞില്ലേ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല. ദേവസ്വം ബോർഡ് ഭരിക്കാനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാനും അതുപോലെ ദേവസ്വം വകുപ്പ് ഭരിക്കാൻ വാസവനും അതുപോലെ കടകംപള്ളിയും ഒന്നും യോഗ്യരല്ലായിരുന്നു എന്നുള്ളതിന്റെ ഒന്നാമത്തെ സംശയമുണ്ടോ? ഇനി നിങ്ങൾ അറിഞ്ഞെങ്കിൽ 6 വർഷക്കാലം ഇത് മൂടി വെച്ചത് ആരെ സംരക്ഷിക്കാനാണ്? അപ്പൊ അമ്പലക്കള്ളന്മാരെ പോറ്റി വളർത്തിയതിൽ പിണറായി വിജയന്റെ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ഈ അമ്പലക്കള്ളന്മാരെ പോറ്റി വളർത്തുന്നതിന്റെ കാരണഭൂതനാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സമാധാനമായി